ഇന്ന് ഞങ്ങൾക്ക് നോമ്പോറയുണ്ട് കേട്ടോ. ഐപ്പിയുടെ നോമ്പോറയുണ്ട്. അത് കാരണം ബാപ്പി ഉമ്മി 10 മുറൊന്നും വന്നില്ല. അവരത് കാരണം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് വെള്ളയപ്പോൾ മുട്ടക്കറിയാണ്. മുട്ട വേവിക്കുക, പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സമൂസ. കുറേ ആയി സമൂസ വേണം എന്ന് പറയണത്. സമൂസ വാ ഇങ്ങോട്ട് വന്നേ. ഇന്നത്തെ സ്പെഷ്യൽ സമൂസയാണ്. മകനൊരു ടാസ്ക് തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. സമൂസ മടക്കിയാ മതി, ഉണ്ടാക്കണ്ട, മടക്കിയാ മതി. ഓ ലീഫ് കളയല്ലേ. ഉണ്ടാക്ക്. ചുരുട്ടല്ല മണ്ണെണ്ണ ഒഴിക്കുന്ന കുഴിയും കൂടെ ഉണ്ടാക്കുണ്ടാക്ക്. സിമ്പിളാന്ന് പറഞ്ഞതാ എന്നോട്. ഇത് കട്ട്ലേറ്റ് സമൂസ ഉണ്ടാക്കാൻ സോ സിമ്പിളാന്ന് പറഞ്ഞു. അല്ല എനിക്കിതറിയില്ല, ഞാൻ നോക്കി ചെയ്യാൻ. ഇങ്ങനെ പിടിച്ചാ കാര്യമുള്ളൂ. ഇത്ര കാര്യമാണ്. ഇതിനകത്തേക്ക് നിറക്കുക. അത് അത്ര വേണ്ട. ഇതെന്തൊക്കെയാ വാടിക്കോരി ഇടാതാ. ഇത്തിരി മതി. അല്ലെ പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാ. ഇല്ല അത്രേ ഉള്ളൂ. ഓ എന്നിട്ട് ഇതേ ഇങ്ങനെ കാണിക്കാം. ഇത് അടക്കുക. ക്ലോസ്. ബാക്കി വാലെവിടെ പറഞ്ഞു ഞാൻ. 10 കാണണ്ട. എനിക്ക് സമൂസ വേണ്ടെന്ന് പറയും. കറക്റ്റ് താഴെ സാമ്പിൾ കാണിച്ചു. ഇത്തിരി ഇട്ടാ മതി, പൊട്ടിപ്പോവും. പറയണ മനസ്സിലാക്കി കൂട്ടി. ഇത് നിലത്തോട്ടിടല്ലേ. ഇനി അടക്ക്. അടിപൊളി. ഇവിടെ എന്താ ഇത്ര ഓപ്പണിങ്? ഈ സമൂസ കണ്ട മടക്കി. ഇതെന്താണ് ഞാൻ ഇക്കാക്കനെ കാണിച്ചതെന്ന് അറിയാവോ? നമ്മൾ പണിയെടുക്കുമ്പോൾ സിമ്പിൾ എന്ന് പറയുന്ന ഭർത്താക്കന്മാരോട് പറയാനുള്ളത് നല്ല പാടാണ്. നിങ്ങളുടെ വിചാരം നമ്മൾ അടുക്കളയിൽ പണിയണത് ഭയങ്കര എളുപ്പമെന്നുള്ളതാണ്. ഇതെന്താ ഇതെന്താ നമ്മൾ ഒട്ടിക്കാനെടുക്കുന്നത്? അവർ കഷ്ടപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ റൊമാൻസ് കുറയും എന്നും പറഞ്ഞാൽ അവർ കഷ്ടപ്പെടുന്നില്ലെന്നല്ല അർത്ഥം. ഈ ഞാൻ ഒട്ടിക്കാനെടുത്തത് എന്താണ്? കുടുംബം നോക്കണതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് അറിയാൻ പറയണം. ഈ ഒട്ടിക്കാനെടുക്കണത് എന്താണ്? ഒട്ടിക്കാനെടുത്തത് എന്താണ്? പശയല്ല. പശയെന്ന് പറയുന്നത് ഞാൻ മൈദ വെച്ച് നമ്മൾ ഒട്ടിക്കുന്നു. ഈ വീഡിയോയുടെ ഉദ്ദേശം പാചകം ചെയ്യണമെന്ന് പറയുന്നതാണ്. സത്യം പറയട്ടെ, വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും എന്താണ് കണ്ടന്റ് എന്ന് എന്നോട് ചോദിച്ചു. സത്യമൊന്നും പറയാം. നമ്മുടെ കണ്ടന്റ് ഇല്ല. ഞാനിത് ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇക്കാക്കാനോട് ചോദിക്കും. അപ്പൊ ഇക്കാക്ക ആൻസർ പറഞ്ഞാൽ മതി. കാരണം എന്താണെന്നറിയാവോ? അല്ലെങ്കിൽ അല്ലേ ഈ സമൂസ ഉണ്ടാക്കാൻ പ്രിപ്പയർ ആയി വരും. നിങ്ങൾ അറിയണോ സമൂസ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത്? എനിക്ക് സീരിയസ് ആയിട്ട് പറയാം, ഒരു സാധനം എനിക്കറിയില്ല. എനിക്ക് കഞ്ഞി ഉണ്ടാക്കാൻ അറിയാം, പപ്പടം പൊരിക്കാൻ അറിയാം, മുട്ട പൊരിക്കാൻ അറിയാം, കൊടംപുളി അതായത് മറ്റേ മാങ്ങയല്ലേ, ഉപ്പിലിട്ട മാങ്ങ, അത് ഉള്ളിയായിട്ട് സംഭവം ചെയ്യാൻ അറിയാം. ഇതൊക്കെ എന്റെ മെയിൻ. ഉപ്പുമാങ്ങ. അപ്പൊ എനിക്ക് ഇച്ചിരി മുട്ട പൊരിച്ചതും ഇച്ചിരി ഉപ്പ് പൊരിച്ചതും വെച്ച് ഈ പറഞ്ഞ ഉപ്പുമാങ്ങ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഉമ്മച്ചിക്ക് അറിയാൻ സംഭവം എന്താന്ന് അല്ലെ? വയറ് പരിപ്പ് അല്ലാതെ വേറെ മീനില്ല, ചാളയില്ല. എത്ര ഞാൻ കൂട്ടുള്ളൂ. കുവൈറ്റിലൊക്കെ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ബീഫൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടൊക്കെ സാധനമൊക്കെ യാത്ര ചെയ്യുമ്പോ കഴിക്കാതിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതേ മട്ടൻ കഴിക്കും ഇഷ്ടം അല്ലേ? ഞാനിപ്പോ മട്ടൻ കഴിക്കും. ആ കുവൈറ്റിൽ പോയിട്ട് 2 ആടിന്റെ തലയാണ് കൊണ്ടുവന്ന് വെച്ചതാണ്. മറ്റേ തലക്കിട്ട് നോക്കിട്ട് പേടിക്കുമ്പോ അച്ചോക്ക് ഇങ്ങനെ കണ്ടാൻ പോണ്ട തിന്നു. ആടിന്റെ ആളാ. അപ്പൊ മനസ്സിലായല്ലോ സമൂസ ഉണ്ടാക്കാൻ അറിയില്ല. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സമൂസ. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ പോകുന്നു? ഐപിയുടെ നോമ്പുറക്ക്. എല്ലാ മെമ്പേഴ്സും നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, സെറ്റ്. ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യൽ എന്താന്ന് കമന്റ് ചെയ്യാം.
അപ്പൊ എവിടെ പോകും? ഐപിയുടെ പരിപാടിക്ക് അല്ലേ? ഇതെന്തൊക്കെയാണ്? ഐപിയുടെ പരിപാടിക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നത്. നക്ഷത്രയില് വരൂല പിള്ളേരെ ശരിക്കും ഉള്ളിൽ പഠിച്ചോല് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ ഉള്ളിൽ പഠിച്ചോല് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ